നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഇവിടെ ഒരു ജിമ്മായിട്ടല്ല നമ്മൾ കണക്കൂട്ടുന്നത്, ഒരു ക്ലബ്ബ് മോഡല് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇവിടെ വരാൻ ഒരു ഇൻട്രസ്റ്റ് വരണം. എന്നിവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവുക എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ടാൽ ജിമ്മിന്റെ മാനേജറാന്ന് പറയില്ലെങ്കിലും ഞാൻ പറ്റിച്ചോ. എന്താണ് ഈ വിജയവേളയിൽ പറയാനുള്ളത്? കാര്യം മാത്രമേ പറഞ്ഞു, ഇത് കഴിഞ്ഞ ഫുഡ് കിട്ടുന്നത് മോട്ടിവേറ്റ് ആയി പട്ടായത് കയറിപ്പോയി. We are starting our ഓണം മത്സ്യം. അപ്പോൾ നമ്മൾ ജിമ്മിലെ ഓണം കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കുന്നുണ്ട്. കമാൻഡർ വന്നിട്ടുണ്ട്, ചെക്കനെ കൂട്ടായിട്ട് കാറ് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് വയസ്സായിരുന്നു നമ്മുടെ ട്രെയിനറുടെ വണ്ടിയാണ് കേട്ടോ. സോ വി ആർ സ്റ്റാർട്ടിങ് ദ സെഷൻ റൈറ്റ്. എന്തൊക്കെ ഉണ്ടാവുക നോക്കാം. ഐ ഡോണ്ട് നോ. ആദ്യമായിട്ടാണ് ജിമ്മിലെ ഓണം, ഐ മീൻ ഒരു വ്ളോഗ് ജിമ്മിൻ്റെ ഉള്ളിൽ എടുക്കുന്നത്. നമ്മുടെ ജിമ്മിൽ വരണമെങ്കിൽ അതന്നെ ഒരു എഫേർട്ടാണ്. പൊതുവെ ജിമ്മൊക്കെ മേലെ തന്നെയാണ്, അതേപോലെ നമ്മുടെ ജിമ്മും. സോ വി നീഡ് ടു ക്ലൈംബ് അറ്റ്ലീസ്റ്റ് I think it's third floor-ലാണ് ജിം. സോ അത്രയും ക്ലൈംബ് അതന്നെ ഒരു ആമപ്പാണ്. അത് ഡെസ്ക് ഫോർ മറ്റേ ഉച്ചത്തെ ലഞ്ചിനും കാര്യങ്ങൾക്കും ഷോ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താ പരിപാടി. മാച്ചാലോ ട്വിന്നിങ് ഓൾമോസ്റ്റ് അല്ലേ. ഇന്നത്തെ ദിവസം നമ്മളിതൊന്നും നോക്കണില്ല, ഫുൾ ഷുഗറി ഡ്രിങ്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പാലട അതുകൊണ്ടൊക്കെ ആയിട്ട് ഫുള്ള് അങ്ങനെ നമുക്ക് വൈശാഖേട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈശാഖേട്ടനാണ് ജിമ്മിൻ്റെ ഓണറും ട്രെയിനറും എല്ലാം. സോ എന്താ വൈശാഖേട്ടൻ, എന്തിനാണ് നമ്മൾ ജിമ്മിൽ ഓണം ആഘോഷിക്കുന്നത്? ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് പോയാൽ പോരെ? കാരണം എല്ലായിടത്തും പരിപാടികളുണ്ടല്ലോ, സ്കൂളിലും കോളേജിലൊക്കെ. പിന്നെ ജിമ്മിലായിട്ട് എന്തിനാണ് നടത്തുന്നത്? പിന്നെ നമ്മളിവിടെ ഈ ഒരു പരിപാടി മാത്രമല്ല, എല്ലാ പരിപാടിയും ഓണം സെലിബ്രേഷൻ മാത്രമല്ല, നോമ്പ് തുറ, ക്രിസ്മസിന്, പിന്നെ വിഷു, എല്ലാ പരിപാടിയും നമ്മൾ ആഘോഷിക്കും. നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഇവിടെ ഒരു ജിമ്മായിട്ടല്ല നമ്മൾ കണക്കൂട്ടുന്നത്, ഒരു ക്ലബ്ബ് മോഡല് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇവിടെ വരാൻ ഒരു ഇൻട്രസ്റ്റ് വരണം. എന്നിവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവുക എന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പണിയെടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ആർക്കെങ്കിലും ഇവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്ത് ഫെഡറൽ ബാങ്കിന്റെ മുകളിലാണ് ഈ ജിമ്മ്. ചോദിച്ചാൽ അറിയാലോ, എമർജൻസി അവിടെ ബോർഡും ഉണ്ട് ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് അവിടുന്ന് ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അതെന്താ പറയുക, വെള്ളം വീണത് അത് വേറെ നല്ല ഭൈരവം ഇവിടെ വന്നിട്ടാണ് കുളിക്കുന്നത്. അതുകൊണ്ട് മൂപ്പർക്ക് 2-3 വട്ടം കുളിക്കണം. സോ രസമല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, അത് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി ജിമ്മിൻ്റെ കാര്യങ്ങൾ, കാരണം എന്നെ ഞാൻ കാണിച്ചതല്ലല്ലോ ഒന്ന് എങ്ങനെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ഹൗ ഇറ്റ് ഈസ്, അത് കമൻറ്റ് ചെയ്യണം കേട്ടോ, നന്നായിട്ടുണ്ടോ അല്ലേ. സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. എന്താ പരിപാടി അവിടെ നോക്കാം, ഉള്ളിൽ എന്താ നടക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ ജിമ്മിൻ്റെ ഓഫ് സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. ഭൈരവ്ജി, എന്താ ജിമ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം? കാണുന്നുണ്ടല്ലോ, പൂപ്പിച്ചൽ ചടങ്ങുകളാണ് ഗൈസ്. നിങ്ങളൊക്കെ ഞാൻ ഫേമസ് ആക്കുന്നുണ്ട്, വ്ളോഗ് എടുക്കുക. അതെ, അത് പുതിയ മോഡലൊരു കട്ടിങ് ആണ്. 2 കത്തിരിക്ക വേണമല്ലോ ചെയ്യാനത്, 2 വേണം. അയ്യോ ഗൈസ്, എൻ്റെ മുണ്ട് അപ്പോൾ സെറ്റായി. കാരണം നമ്മൾ ജിമ്മിൽ എല്ലാ മെഷീൻസും മൂവ് ചെയ്തിട്ടിരിക്കുക 2 സൈഡിലേക്കും.
എന്നാലാണ് നമുക്ക് സ്പേസ് കിട്ടുള്ളൂ. നമ്മളിവിടെ വടംവലിയൊന്നും ചെയ്യാൻ പോകില്ല, ബട്ട് എന്തെങ്കിലും ഈ കസേരക്കളി അതേപോലെ ഇൻഡോർ ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാം. വെറും ഫോട്ടോന് വേണ്ടി മാത്രം ഇരുന്ന് ചെയ്യണതാണ് കേട്ടോ. ഇതൊക്കെ കൈയൊക്കെ കഴിഞ്ഞു. പിന്നെ കിട്ടി. ഐശേട്ടാ അതാരാണ്? ഇത് നമ്മുടെ ജയേട്ടൻ, നമ്മളെ സുഹൃത്തുമാണ്. നമുക്ക് എടുക്കാം. അമ്മോ ഇതെന്ത് ലാലേട്ടൻ കരിഞ്ഞതോ? അങ്ങനല്ല, ഈ സൈഡിലേക്ക് നിന്നാ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെയാണ് പല കാര്യങ്ങളും പല രീതിയിലും. സ്വന്തം ചെരുപ്പ് വേണമെങ്കിൽ നോക്കിക്കോളൂ. 350 രൂപ എടുത്ത് കഴിച്ചാ പുതിയതാ. എങ്ങനെ നോക്കി മനസ്സിലാവുക ആരുടെ ചെരുപ്പ്? നേരത്തെ കുളിച്ചേർന്ന നമ്മുടെ ഭൈരവജി പുറത്ത് വന്നിരിക്കുന്നത്. ഇത് എന്റെ സ്വന്തം ജിമ്മ. എയർന്ന് വിട്ട വയറാണ് കാണിക്കുന്നത്. എയറും കൂടി വിടുന്നുണ്ടെങ്കിൽ ഞാനാണ് ജിമ്മിന്റെ മാനേജർ. പേര് പറയും. പേര് ഭൈരവ് ശങ്കർ. കണ്ടാൽ ജിമ്മിന്റെ മാനേജറാന്ന് പറയില്ലെങ്കിലും ഞാനാണ്. വയറ് സൂമി അത്ര വയറ് കാണില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടോസിന്റെ കന കൂടി സെറ്റ് എടുത്ത് ഇട്ട ലോഹ പോലെ കിടക്കണം. ഫൈനലി പൂക്കളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത്. ക്ലീൻ ചെയ്ത് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഹലോ പാട്ട് പാടുണ്ടോ? പാട്ട് പാടാം. നമുക്ക് കസാരക്കളി തുടങ്ങിയാലോ? നമ്മുടെ ഫൈനലി കസേരക്കളി തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഗെയിം നോക്കി എന്താ പരിപാടി. ഓൾ സെറ്റ്. ഇപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. നമ്മളെ കസേരക്കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട് ഇതിൽ. ഉണ്ണിക്കൂട്ടം പോണുണ്ടോ? ഇതിൽ തന്നെ എക്സ്പേർട്സ് ഉണ്ട്. പോട്ടെ കുറച്ച് സ്പീഡിൽ പോട്ടെ. വിസില് ആയിട്ടില്ലല്ലോ. എല്ലാരും ഇരുന്നോ? ഇല്ല, ഔട്ട്. അമ്മോ, ഏകദേശം ഫൈനലിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. ഓ സീന് മത്സരം. ടീച്ചറും കുട്ടികളും ഒരേ പവറിൽ കേട്ടോ. ടീച്ചർ ലാസ്റ്റ് എന്താണ് ഈ വിജയവേളയിൽ പറയാനുള്ളത്? നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം. അടിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അടിയിലേക്ക് പോവാണ്. നമ്മൾ വടംവലിയല്ല, സോറി, ഉറി ഉണ്ടാവും. ഉണ്ണിക്കൂട്ടം മുന്നേ കൂട്ടിയിട്ടൊരു അതിൻ്റെ അവിടെ നിങ്ങൾ മാറിയിട്ടില്ല. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. അതാ മൂക്കിലും കൈയൊക്കെ കുത്തുന്നു.
വൈശാട്ടൻ ഫുൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചാൽ അങ്ങനെ കാർമിക്ക് അടിക്കാനേ പോകണു തോന്നുന്നു. അതോ പറഞ്ഞു കൊടുക്കണം, ബോഡി ഷോ ആണ് പറഞ്ഞു കൊടുക്കണത്. ഇങ്ങനെ കൈയൊക്കെ വീശുന്നു. കൈയടിക്ക് കൈയടിക്ക് കൈയടിക്ക്, ഒന്ന് കൈയടിക്ക് ചങ്ങായി വരേത്. നാടകം എടുത്തല്ലേ ഇത് വ്ലോഗ് എടുക്കുമ്പോ. ചങ്ങായിന്റെ പക്കം അടുത്ത ആരെ ചോദിച്ചില്ലേ, അതാ കേറി. പടിത്താടാ കർണനൊരു എതിരാളിയോ? വൈശാഖനൊക്കെ പേടിച്ചെടുക്കണു. ഓ കണക്കൂട്ട് നോക്കി നോക്കി കൈ കൊണ്ടൊക്കെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ. സെമീർ താത്ര ഡെഫിനിഷൻ ഭൈരവജി, സെമീർ താത്ര ഡെഫിനിഷൻ കൊടുത്തിട്ട് പോ. സെമീർ ആള് ഉഷാറല്ലേ? വൈശേട്ടൻ പിന്നെ തിരിപ്പിക്കാൻ മെയിനാണ്. മൂപ്പര് അടിച്ചു വിട്ടാ. ഞാനാ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. മിഠായി വെറുക്കട അവിടുത്തെ പോയിട്ട് മേലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഐശാഖേട്ടന്റെ പൊന്നോമന അനിയനാണ് കേട്ടോ വിഷ്ണു. വന്നിട്ടുണ്ട് കേട്ടോ അടിക്കാൻ വേണ്ടിട്ട്. കേട്ടോ ഔട്ട്. കുട്ടിയുള്ളതിനാടാ അത് കുഴപ്പമില്ല. ഒറ്റ റൗട്ട് മതിര അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നാരങ്ങ കൊടുക്ക്. നാരങ്ങ ഇവിടെ വടംവലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ നമ്മള് എന്താ സംഭവിച്ച ഇടയിൽ ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പം എല്ലാവരും പള്ളി പോയിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടാവും, എന്തായാലും ചിലപ്പോൾ പെട്ടെന്ന് നടക്കും ചെയ്യും. ഒന്നല്ല 2 ക്യാമറമാനാണ് കണ്ടോ, അവിടെയും ക്യാമറ ഇവിടെ. സിനിമാറ്റിക്കാണ്. വടംവലി തുടങ്ങാൻ വേണ്ട. ജിമ്മായിട്ട് എവിടെ ജിമ്മൻസ് എന്ന് പറയണ്ട. ജിമ്മൻസ് ഒക്കെ തൽക്കാലം ലീവാണ്, ആരും വന്നിട്ടില്ല.
അഞ്ചോട് കഞ്ചു മതിൽ പഞ്ചാര തിന്നു മതിൽ മഞ്ജു. ആയില്ല ആയില്ല അവര് വലിച്ചോട്ടെ, അത് കുഴപ്പമില്ല, ഞാൻ കിട്ടുന്നില്ല. ആ കുഴപ്പമില്ല, എന്റെ നടു ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാല് വെച്ച് ഈ കട്ട കറക്റ്റ് സെറ്റല്ലേ? ആ പിന്നെ ഫുൾ പവറാണ്. സെറ്റല്ലേ? പിന്നെ ആ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയ ആൾക്കാരാണ് കേട്ടോ അത്രയും. ഇത് കഴിഞ്ഞ ഫുഡ് കിട്ടും, ഫുഡ് കിട്ടും. അതല്ലേ മോട്ടിവേഷൻ എല്ലാവർക്കും. ഇത് കഴിഞ്ഞ ഫുഡ് കഴിഞ്ഞാലേ ഫുഡ് ഉള്ളൂ കേട്ടോ. അധികം സമയേ വേണ്ടി വന്നില്ല നിങ്ങളുടെ പാട്ടോ. ഇത് കഴിഞ്ഞ ഫുഡാണ്, ഇത് കഴിഞ്ഞ ഫുഡ് കിട്ടോ, മറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഓടിന്റെ പൊട്ടൊന്നുമില്ലല്ലോ. നോന്ന് പറഞ്ഞിട്ടൊക്കെ പലതും പറയാ, ഒന്നും നോക്കണ്ട. പോട്ടെ 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 പോട്ടെ. വാ 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 വാ. പൂച്ച് 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 പൂച്ച്. ഫുഡിന്റെ പവർ കണ്ടോ? കാര്യം മാത്രമേ പറഞ്ഞു, ഇത് കഴിഞ്ഞ ഫുഡ് കിട്ടുന്നത്. മോട്ടിവേറ്റ് ആയി പട്ടായത് കയറിപ്പോയി. എല്ലാരും പോയി ഗായ്സ്, പക്ഷെ ചോറ് കഴിഞ്ഞു ഗായ്സ്. ചോറില്ല. സോ വി ആർ മേക്കിംഗ് ചോറ് അഗൈൻ. നമ്മള് വീണ്ടും തിരിച്ചു വരും. ഇത് കളയാൻ കൊണ്ടുപോവാ. ലീക്ക് ഉണ്ടോ? ഐസ് നോണം ജിമ്മില് അടിപൊളിയായോ? ഇഷ്ടായോ? എന്തൊക്കെ ഉണ്ടായിരുന്നു? അവനെ ഒന്നിനും ഉണ്ടായിരുന്നില്ല. അവൻ ലാസ്റ്റിന് എത്തിയത് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് വ്ളോഗാണ് കേട്ടോ. ഈ ഓണം നല്ലൊരു ഓണമായിരുന്നു. ഓണല്ലല്ലോ, നല്ലൊരു ഇതായിരുന്നു. ഈ ഓണത്തിലെ പൂക്കളം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു. പിന്നെ സദ്യ അടിപൊളിയായിരുന്നു, നന്നായി അടിപൊളിയായിട്ട് വിളമ്പി കൊടുത്തു. എല്ലാരും വേറെ നിറയ്ക്കും. ഫുഡൊക്കെ കഴിച്ചില്ലാന്ന്. ഫുൾ സാധനങ്ങളും പറഞ്ഞു ചേച്ചി പാക്കപ്പ് ആക്കിയിട്ടുണ്ട്. എന്താണ് ഈ അസുല അപ്പൊ നിമിഷത്തിൽ പറയാനുള്ളത്? ഒന്നുമില്ല, ഞാൻ ഈ ഫോട്ടോ ശരി.